നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എഴുതി വെക്കാറ്. ബ്രൈഡിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തരുന്ന കസ്റ്റമറിൻ്റെ പേര്, പിന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ്, പിന്നെ എമൗണ്ട് എങ്ങനെയാണെങ്കിലും അവരുടെ ഒരു റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് എഴുതി വെക്കാറ്. പിന്നെ ചെയ്യുന്നതനുസരിച്ച് ടിക്കറ്റ് പോകും. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കൊരു ബ്രൈഡൽ ഷോൾ ചെയ്യണമായിരുന്നേ. അതായത് ഒരു മുസ്ലിം ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഷോള് കല്യാണത്തിന് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ റെഫറൻസ് പിക്കൊക്കെ നോക്കിയിട്ട് അവസാനം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഹാൻഡ് വർക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. നല്ലൊരു കളറായിരുന്നു കേട്ടോ, ഒരു റാണിയുടെ ഒരു ഡാർക്ക്, പക്ഷേ എന്നാൽ ഒരു മജന്തയിലോട്ട് പോകുന്ന പോലത്തെ നല്ലൊരു കളറായിരുന്നു. ലെഹങ്കയുടെ സെയിം ടോണിലുള്ള നെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ബോർഡറിൻ്റെ അവിടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതും ഞാൻ 2-3 മാസം മുന്നേ ചെയ്തൊരു വർക്കാണ്. ഡിസംബറിലായിരുന്നു കല്യാണം. അപ്പോൾ ആ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ കുഞ്ഞാവ് കുറച്ചുകൂടെ ചെറുതായിരുന്നു. അപ്പോൾ അവൻ തറയിൽ കിടത്തിയാൽ അവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ തരികിടയാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വർക്ക് കുറവാണ് എടുക്കുന്നതൊക്കെ. അങ്ങനെ ഒരിടത്തിരുന്ന് ചെയ്യാനുള്ളൊരു സാവകാശം കുറവാണിപ്പോൾ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ 4 സൈഡിലല്ല, ഒരു സൈഡിൽ ഫുള്ള് ബോർഡർ അടിച്ചു കൊടുക്കുകയാണ്. ബാക്കി 3 സൈഡ് സ്കാലപ്പാണ് കേട്ടോ. അത് ഹാൻഡ് വർക്കിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇമ്മക്കുട്ടിയെ അടുത്ത് നിർത്തിയിട്ടുണ്ട് വാവയെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഞാനിത് നമ്മുടെ സൈഡൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണേ, ബോർഡറിൻ്റെ ഭാഗത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ബോർഡറിൻ്റെ ആ തലയിലിടുന്ന ആ നമ്മൾ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് കുറച്ചും കൂടെ തിക്നെസ്സിൽ നമുക്ക് കുറച്ചും കൂടെ വിസിബിൾ ആവും. മറ്റേ നെറ്റല്ലേ, നെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഒരു വിസിബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട്, ലൈനിങ് അല്ല, ഞാനിപ്പോൾ ഇതിന് ശരിക്കും എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയലാണ്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നോക്കിയിട്ട്, അതായത് ഒരുപാട് റെഫറൻസ് പിക്ക് നമ്മൾ നോക്കി, ഞാനും ബ്രൈഡുമായിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. റിക്വയർമെൻറ്റ്സ് അവരുടേത് പറഞ്ഞു, പിന്നെ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. ഒരുപാട് ഒരെണ്ണം ഫിക്സ് ചെയ്തു, പിന്നെ മാറ്റി, അങ്ങനെയൊക്കെ ചെയ്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വർക്ക് ചെയ്തെടുക്കുവാണ്. നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ടഫായിരുന്നേ. നമുക്ക് നീഡിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കൊണ്ടേ പോകുള്ളൂ. കണ്ടോ, ഇതായിരുന്നു വർക്ക് വന്നിട്ട്. ബാക്കി 3 സൈഡും ഇതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ വർക്ക്. അപ്പോൾ തലയിടുന്ന ഭാഗം ഇങ്ങനെ വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, മെഷീനെല്ലാം ഓഫ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കുള്ള വർക്ക് വരുന്നത്. സ്റ്റോൺസും വൈറ്റ് സീക്വൻസും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു വർക്കായിരുന്നേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈഡ് ബോർഡർ. പിന്നെ അവിടെ ആയിട്ട്, അതായത് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഓൾ ഓവർ വർക്ക് വന്നിട്ട്. ബാക്കി 3 സൈഡ് സ്കാലപ്പ് ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറച്ച് ടഫാണ്. ഇതാണ് ബ്രൈഡ് ഇടുന്നത്. തലയിലുള്ള ഷോളായിട്ടാണ് കേട്ടോ. വെഡ്ഡിങ്ങിന് സ്റ്റൈൽ ചെയ്തപ്പോൾ അവർ ലെഹങ്കയുടെ കൂടെയുള്ള ഷോള് തലയിലും, അതായത് തട്ടമായിട്ടും നമ്മൾ ചെയ്ത വർക്കിലുള്ളത് ഇങ്ങനെ ഷോള് പോലെ ഇങ്ങനെയാണ് ഇട്ടത്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.